ഒരു യെസ് ഓർ നോ ഗൈഡൻസ് ആലോചിക്കുന്നവരാണ്, ഒരു യെസ് ഓർ നോ ഗൈഡൻസ് ഏതൊരു സിറ്റുവേഷനിൽ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാർഡ്സിൽ ഏതെങ്കിലും ഒരു പൈൽ ചൂസ് ചെയ്യുക, ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്നാ നോക്കാം. ഓക്കെ, സോ നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ്സ് എ യെസ് കാർഡ്. ഈവൻ നിങ്ങൾക്ക് അതിപ്പോൾ ഒരു ഡിഫിക്കൽട്ടീസ് ഓർ ചാലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾ റീഗെയിൻ എടുത്തുകൊണ്ട് മുന്നോട്ടത്തേക്ക് പോവുക. ആൻഡ് ഡെഫിനറ്റ്ലി അത് ഫാസ്റ്റ് റിസൾട്ട്സ് ഓർ ഫാസ്റ്റ് ഔട്ട്കംസ് ഉണ്ടായിരിക്കും. പുറത്തുനിന്ന് റീഅഷുറൻസ് കിട്ടുന്നില്ലെങ്കിൽ ഗിവ് റീഅഷുറൻസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ റീഅഷുറൻസ് കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് കൊടുക്കുക, കറേജ് കൊടുക്കുക, ഒരു ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ആൻഡ് 888 കാണുന്നവരായിരിക്കാം, 777 കാണുന്നവരായിരിക്കാം. യു ഹാവ് സക്സസ് ഇൻ ദ ഫേസ് ഓഫ് ഡിഫിക്കൽട്ടി. ഈവൺ അത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു സക്സസ് തന്നെ വരുന്നുണ്ട്, ഫാസ്റ്റ് റിസൾട്ട്സ് ആയിരിക്കും. ഇനി പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജാണ്, ഇറ്റ്സ് എ യെസ് കാർഡ്. ബിക്കോസ് യെസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നൊരു കറക്റ്റായിട്ടുള്ള ഡെസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു യെസ് തന്നെയാണ്. ഏകദേശം സെയിം എനർജീസ് തന്നെയാണ്. നിങ്ങൾ രണ്ട് കാര്യത്തിൽ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും രണ്ട് കാര്യത്തിൽ കരിയർ ഓർ റിലേഷൻഷിപ്പ് ഓർ വേറെ എന്തെങ്കിലും ഡിസിഷനിൽ ജഗിൾ ചെയ്തുകൊണ്ട് കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ ഒരു പേഴ്സണൽ പവറിൽ നിങ്ങൾ ബിലീവ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ബോൾഡ്നെസ്, ആ ഒരു ഡോമിനൻ്റ് ഡിസിഷൻ എടുക്കാനുള്ള പവർ മുന്നോട്ടത്തേക്ക് എടുത്ത് ഒരു കംപ്ലീറ്റ്ലി ഒരു കാര്യത്തിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി അതിനുള്ളൊരു സ്റ്റെപ്സ് എടുക്കുക. 222 കാണുന്നവരായിരിക്കാം. ആൻഡ് ദിസ് ഇസ് എ കൺഫർമേഷൻ. 222 കാണുന്നവർ തന്നെയായിരിക്കും. ആൻഡ് അതിൽ ഭയങ്കര ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്തൊരു ഡോമിനൻറ്റ് പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ ഏതാണോ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അർജൻറ്റ് പ്രയോറിറ്റി അത് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി എ യെസ് ഫോർ യു. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ് എവരിവൺ.